ലേൺ പ്രോഗ്രാമിംഗ് മലയാളം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഫ്ലാസ്കിലെ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസിനെ പറ്റിയിട്ടാണ്. പിന്നെ അതുപോലെ ഒരു ടെംപ്ലേറ്റ് നമുക്ക് എങ്ങനെ മൾട്ടിപ്പിൾ പേജിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ്. അപ്പോൾ ഞാനിവിടെ സെർവർ ഡീബഗർ മോഡ് ഓൺ ആക്കിയിട്ട് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ഇതിൽ ഒരു നോർമലി ഒരു സിംഗിൾ റൂട്ടാണുള്ളത്. നമ്മൾ ലേഔട്ട് ഡോട്ട് HTML എന്ന് പറഞ്ഞ ഫയൽ ഈ ഒരു നമ്മുടെ ഇൻഡെക്സ് റൂട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് ഇട്ടേക്കുവാണ്. അപ്പോൾ നേരത്തെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് മാത്രമേ ഈ വീഡിയോ കാണുക, എന്നാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നമുക്ക് ഈ ഹോം പേജ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ 3 ലിങ്ക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഹോം എന്ന് പറഞ്ഞ ലിങ്ക്, പിന്നെ ബാക്കി 2 പേജ്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള പേജാണ്. ഈ ഹോം പേജിൽ നിന്നാണ് ദിസ് ഈസ് ഹോം പേജ് എന്ന് പറയുന്ന മെസ്സേജ് വന്നേക്കുന്നത്. അത് നമ്മൾ ഈ ഒരു ഇത് ജിഞ്ച ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് പ്രിൻ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ ന്യൂസ് എന്ന് പറയുന്ന റൂട്ടിന് വേണ്ടി ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു റൂട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ /news എന്ന് കൊടുക്കുന്നു. അപ്പോൾ ആ ന്യൂസ് എന്ന് പറഞ്ഞ കൊടുത്തതിൽ നമുക്ക് ന്യൂസ് ആഡ് ചെയ്യാം. അപ്പോൾ എന്താണ് ഇതിൽ വേറൊരു കാര്യം എന്നുള്ളതെന്ന് വെച്ചാൽ, നമ്മളൊരു പുതിയൊരു ടെംപ്ലേറ്റ് അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം ന്യൂസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെനു അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു പ്ലെയിൻ ഡിസൈനാണ്. കാരണം നമ്മൾ ഈ വീഡിയോയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഫ്രെയിം വർക്കിൻ്റെ കൺസെപ്റ്റ്സിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വലിയൊരു ഡിസൈനൊന്നും എടുത്തിടാത്തത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മളിപ്പോൾ ന്യൂസ് എന്ന് പറഞ്ഞൊരു പേജ് എടുത്താലും അല്ലെങ്കിൽ അബൌട്ട് എന്നൊരു പേജ് എടുത്താലും നമുക്ക് ചിലപ്പോൾ ഈ മുകളിൽ കാണുന്ന സാധനം സെയിം ആയിരിക്കും. ഈ ഒരു ഫോട്ടർ, അത് കോപ്പിറൈറ്റ് ടെക്സ്റ്റ്, അതൊക്കെ എല്ലാ പേജിലും സെയിം ആണ്. അപ്പോൾ അങ്ങനെ വരുന്നൊരു കേസിൽ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ വെറുതെ ഈ ഒരു ഫയലിൻ്റെ ഈ ഒരു HTML ഫയലിൻ്റെ തന്നെ കോപ്പി ഇതേ കണ്ടൻറ്റോടെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ കണ്ടൻറ്റ് നമ്മുടെ ഫ്രെയിം വർക്ക് യൂസ് ചെയ്തുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു ചൈൽഡ് ടെംപ്ലേറ്റ് എന്നാണ് നമ്മൾ പറയുക. ആ ചൈൽഡ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു മാസ്റ്റർ ടെംപ്ലേറ്റുള്ള കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി കൊണ്ടുവരാൻ സാധിക്കും. അത് കൂടാതെ നമ്മുടേതായ കണ്ടൻറ്റ്, ഇപ്പോൾ ന്യൂസ് എന്ന് പറഞ്ഞ പേജിൽ മാത്രം കൊടുക്കേണ്ട ചില കണ്ടൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റൈൽ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ഫ്ലാസ്കിലുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് ആദ്യം തന്നെ വേണ്ടത് എന്ന് വെച്ചാൽ, നമ്മളിവിടെ ഈ ഒരു ടെംപ്ലേറ്റിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫയൽ എന്ന് പറയുന്നത് page.html. ആ ഒരു HTML ഫയൽ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള റൂട്ട്സ് അല്ലെങ്കിൽ ഈ ലിങ്ക്സിനൊക്കെ കണ്ടൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കണ്ടൻറ്റ് സെക്ഷനിലാണ് നമ്മുടെ കണ്ടൻറ്റ്സ് വരിക. അപ്പോൾ അതിൽ നമ്മൾ പുതിയൊരു ജിഞ്ച സിൻടാക്സ് ആണ്. ഇവിടെ നമ്മളൊരു ബ്ലോക്ക് ഡിഫൈൻ ചെയ്യും. ഇവിടെ ബ്ലോക്ക് കണ്ടൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടൻറ്റ് എന്ന പേരിലൊരു ബ്ലോക്ക് അവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നോർമലി ജിഞ്ച സിൻടാക്സിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെയാണ്. അപ്പോൾ ഇതിന് എന്ത് സ്റ്റാർട്ട് ചെയ്താലും അതിന് ഒരു എൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ലേഔട്ടിനെ അല്ലെങ്കിൽ ഈ ഒരു ഫയലിനെ നമുക്ക് നമ്മുടെ ഈ പേജിലേക്ക് കിട്ടണമെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമുക്കതിനെ ഇൻഹെറിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് യൂസ് ചെയ്യേണ്ട കീവേഡ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ആണ്. എക്സ്റ്റെൻഡ് എന്ന് കൊടുത്തിട്ട് നമ്മുടെ മെയിൻ ഫയൽ
layout.html ആണ് നമ്മുടെ പാരൻറ്റ് ഫയൽ. അപ്പോൾ ആ ഒരു എക്സ്റ്റെൻഷൻ ആണ് കൊടുക്കേണ്ടത്. ആ ഒരു കീവേഡ് ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫയലിലുള്ള കണ്ടൻസ് ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് എടുക്കുന്നതാണ്. പിന്നെ നമ്മളിവിടെ ഒരു കണ്ടൻറ് സെക്ഷൻ അഥവാ കണ്ടൻറ് ബ്ലോക്ക് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അവിടെ അതായത് ഈ പേജിലെ കണ്ടൻറ് മാത്രം നമുക്ക് മാറ്റിയാൽ മതി. ബാക്കി ഉള്ള സെക്ഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഹെഡർ മെനു അല്ലെങ്കിൽ ഈ ഫൂട്ടർ ഇതൊക്കെ നമുക്ക് കോമൺ ആണ്. അപ്പോൾ അതിലൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കണ്ടൻറ് എന്ന് പറയുന്ന ബ്ലോക്ക് ഇവിടെ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ആ ഒരു മെസ്സേജ് പാസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ ഒരു കേസിലാണെങ്കിൽ നമുക്കിവിടെ നമ്മളൊരു മെസ്സേജ് ഇവിടെ പാസ് ചെയ്യുന്നുണ്ട് ന്യൂസിന് വേണ്ടിയിട്ടുള്ള. ആ മെസ്സേജ് നമുക്കിവിടെ ഒരു ഇഫ് കണ്ടീഷനിൽ കൊടുത്താൽ മതി. ഇനി നമുക്കിത് NDF കൊടുക്കണം. ഇത് നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. പ്രിൻ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഡബിൾ കേർലി ബ്രേസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനത്താണ് ഒരു നമ്മൾ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിക് സിൻടാക്സ് ആണിത്. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ റെൻഡർ വിളിക്കുമ്പോൾ ലേഔട്ട് അല്ല വിളിക്കേണ്ടത്, നമ്മുടെ ചൈൽഡ് ഫയൽ അതായത് page.html നമ്മൾ റെൻഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂസ് പേജിൻ്റെ മെസ്സേജ് കൊടുക്കുന്നു. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ ചൈൽഡ് റൂട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു എറർ അടിച്ചിട്ടുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. അത് നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ പേര് സെയിം ആയിട്ടാണ് ഫിക്സ് ചെയ്യുന്നതാണ്. ഈ ഒരു എറർ അടിച്ചിരിക്കുന്നതിനാൽ നമ്മൾ ഈ പെർസെൻറ്റേജ് മിസ്സായി പോയതുകൊണ്ട് നമുക്കത് റീറൺ ചെയ്ത് നോക്കാം. പെർസെൻറ്റേജ് നമുക്ക് കണ്ടന്റ് സെക്ഷൻ്റെ എല്ലായിടത്തും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ എറർ അടിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എറർ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂസ് പേജ് ഒന്ന് ലോഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് മെസ്സേജ് വന്നു, ദിസ് ഈസ് ന്യൂസ് പേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പക്ഷെ നമ്മളിപ്പോൾ ഈ ഒരു ന്യൂസ് പേജിൻ്റെ ഇതിൻ്റെ ഒരു കണ്ടന്റ് എടുത്ത് നോക്കി, ഇത് വളരെ മിനിമൽ കണ്ടന്റായി മാറി. കാരണം നമുക്കിവിടെ ചേഞ്ച് ചെയ്യേണ്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു മെസ്സേജ് മാത്രമാണ്. പക്ഷേ നമ്മൾ ഈ എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, നമുക്ക് ഈ ഒരു ഇത്രയും കണ്ടൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ പേജിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇപ്പോൾ നമ്മുടെ അടുത്ത മെനു ഐറ്റം എന്ന് പറയുന്നത് എബൌട്ടാണ്. അപ്പോൾ ആ എബൌട്ടിനും നമുക്കിതുപോലെ അടുത്ത റൂട്ടിൽ കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് നമുക്ക് ലോഡ് ചെയ്ത് അപ്പോൾ നമുക്കിത് റണ്ണായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ എല്ലായിടത്തും ഈ ഒരു page.html എന്ന് പറയുന്ന ഫയലാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു page.html യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കണ്ടൻറ്റ് ഓരോ പേജിനനുസരിച്ച് ഇവിടെ മാറ്റി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ഈ ലേഔട്ട് ഫയൽ എക്സ്റ്റെൻഡും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഒരു ടൈറ്റിൽ സെക്ഷൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഈ ടൈറ്റിൽ നമുക്ക് ഇതുപോലെ ഒരു സെക്ഷനായിട്ട് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ നമുക്ക് ഉള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ പേജ് ഡോട്ട് HTML ഈ ഒരു ബ്ലോക്ക് അഡീഷണലി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ എക്സ്ട്രാ കണ്ടൻറ്റ് അവിടെ മാത്രം കൊടുക്കേണ്ട എക്സ്ട്രാ കണ്ടൻറ്റ് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഹോം പേജ് ആയിട്ടാണ് അത് വരേണ്ടിരുന്നത്. ഇതിന് ന്യൂസ് പേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അഡീഷണൽ ഫൂട്ടർ എന്ന് പറയുന്ന ആ ഒരു കണ്ടൻറ്റ് ഇവിടെ നമുക്ക് കിട്ടി. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഈ ഒരു ഫൂട്ടറിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ഫൂട്ടർ മെസ്സേജ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് നമ്മളിപ്പോൾ ന്യൂസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൈ ഡിഫോൾട്ട് ലോഡ് ആവില്ല. അപ്പോൾ അത് പാരൻറ്റ് ലേഔട്ട് അല്ലെങ്കിൽ ഈ ലേഔട്ട് ഫയലിലുള്ള ഈ ഒരു കണ്ടൻറ്റ് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന ബ്ലോക്കിൽ വരണമെങ്കിൽ ആ ഒരു ബ്ലോക്കിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ഫങ്ഷൻ വിളിച്ചാൽ മതി. സൂപ്പർ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ വിളിച്ചാൽ മതി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ അഡീഷണൽ മെസ്സേജ് കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു ലേഔട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ കോഡ് അല്ലെങ്കിൽ HTML കോഡ് ഒരുപാട് നമുക്ക് മിനിമൈസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ റിപ്പീറ്റഡ്ലി എഴുതേണ്ട HTML കോഡ് വളരെ മിനിമലാക്കി. ഇപ്പോൾ ഈ ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ആകെ 10 ലൈൻ ഓഫ് കോഡ് ഇതിനകത്ത് ആകെയുള്ളൂ. പക്ഷേ നമ്മുടെ ഒറിജിനൽ HTML എടുത്തു കഴിഞ്ഞാൽ 32 ലൈൻസ് ആണുള്ളത്. പക്ഷെ നിങ്ങൾ ഈ ഒരു ന്യൂസിൻ്റെയൊക്കെ പേജിൻ്റെ സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വ്യൂ പേജ് സോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതായത് ഈ ഒരു എല്ലാ കണ്ടൻറ്റും അല്ലെങ്കിൽ ആ മെയിൻ ഡോക്യുമെൻറ്റിലുള്ള കണ്ടൻറ്റും എല്ലാം ലോഡായിട്ടുണ്ട്. അപ്പോൾ അതാണ് ബേസിക്കലി നമ്മുടെ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കിനി അടുത്ത കാര്യങ്ങൾ കൂടുതൽ അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇനി റിയൽ വേൾഡ് പ്രൊജക്ട്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ മൾട്ടിപ്പിൾ ഡിസൈൻസ് കോമൺലി വരുന്നതൊക്കെ നമ്മൾ ഒരു ടെംപ്ലേറ്റ് പോലെ ഡിസൈൻ ചെയ്തിട്ടായിരിക്കും റീയൂസ് ചെയ്യുന്നത്. കാരണം വെബ്സൈറ്റ്സിലൊക്കെ എപ്പോഴും മെനു അല്ലെങ്കിൽ ഹെഡർ ഫൂട്ടർ അതൊക്കെ ഒരു മിക്ക വെബ്സൈറ്റിലും അല്ലെങ്കിൽ സാസ് ആപ്ലിക്കേഷനിലൊക്കെ അത് കോമൺ ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അപ്പോൾ അത് നമ്മളൊരു ലേഔട്ടായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആവശ്യമുള്ള ആ ഒരു പോർഷൻ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. എല്ലാവരും ഇത് ചെയ്ത് തന്നെ നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.